അഞ്ചാം ക്ലാസ്സിലെ സെക്കൻഡ് ടേം 2024-25 ന്യൂ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സാണ് ഈ വീഡിയോയിൽ. ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സും. ഒന്നാമത്തെ ആക്ടിവിറ്റി സൂചന ഖണ്ഡ് പഠേം ഔ പ്രശ്നം കെ ഉത്തർ ലിഖേം. പേട് പർ എക് ഗിൽഹരി രഹത്തി ഥി. വൃക്ഷത്തിൽ ഒരു ഗിൽഹരി എന്ന് പറഞ്ഞാൽ അണ്ണാറക്കണ്ണൻ, സ്ക്വിറൽ വസിച്ചിരുന്നു. ഉസ്നെ ഏക് ദിൻ ഏക് ബന്ദർ കോ ദേക്ക. ഒരു മങ്കീനെ കണ്ടു, കുരങ്ങനെ കണ്ടു ഒരു ദിവസം. ബന്ദർ മങ്കി. ബന്ദർ പേട് കെ നീച്ചെ ബോൾ സെ ഗേൽ രഹാ ഥ. ഒരു ബോളും കൊണ്ടുവന്ന് ബന്ദർ, ആ മങ്കി പേടിൻ്റെ നീച്ചെ വൃക്ഷത്തിന് താഴെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗിൽഹരി ബി ഉസ്കി സാഥ് ഖേൽനെ ലഗി. അണ്ണാറക്കണ്ണനും അവൻ്റെ അടുത്ത് ചെന്നു. രണ്ടുപേരും കൂടി കളിക്കാൻ തുടങ്ങി. ദോനോ ഗേൽത്തെ ഗേൽത്തെ താലാബ് കെ പാസ് പഹുഞ്ചി. രണ്ടുപേരും കളിച്ച് ഒരു കുളം ഉണ്ടായിരുന്നു, ആ കുളത്തിൻ്റെ അടുത്തേക്ക് എത്തി. ബോൾ താലാബ് മേ ഗിരി. അങ്ങനെ കളിച്ച് ബോള് ആ കുളത്തിലേക്ക് വീണു. ദോനോം ഉദാസ് ഹോ ഗയ. രണ്ടുപേർക്കും ഭയങ്കര സങ്കടമായി. അതാണ് ആ പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പേട് പർ കോൻ രഹത്തി ഥി. പേട് എന്ന് വെച്ചാൽ വൃക്ഷം. വൃക്ഷത്തിൽ കോൻ ആരാണ് വസിച്ചിരുന്നത്? ആരാണ്? ഗിൽഹരി, സ്ക്വിറൽ, അണ്ണാറക്കണ്ണനാണ് വസിച്ചിരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബന്ദർ എക് ദിൻ ഗിൽഹരിനെ കിസ്കോ ദേക്ക. ആരെയാണ് കണ്ടത്? ഒരു ദിവസം, എക് ദിൻ ഒരു ദിവസം, ഗിൽഹരി അണ്ണാറക്കണ്ണൻ കിസ്കോ ദേക്ക ആരെയാണ് കണ്ടത്? ആരെയാണ്? മങ്കീനെയാണ് അല്ലേ, ബന്ദർ. പിന്നെ മൂന്നാമത്തെ, ബന്ദർ കിസ്സെ ഗേൽ രഹാ ഥ. ബന്ദർ, ഈ മങ്കി എന്തുകൊണ്ടാണ് കളിച്ചുകൊണ്ടിരുന്നിരുന്നത്? ബോൾസെ, ബോളാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സഹി പ്രസ്താവ്, ശരിയായിട്ടുള്ള പ്രസ്താവന ചുൻകർ, തിരഞ്ഞെടുത്ത്, ലിഖേം, എഴുതുക. അപ്പോൾ ഇതിൽ 4 തന്നിട്ടുണ്ട്, അതിൽ ഒരെണ്ണം കറക്റ്റായിട്ടുള്ളതുണ്ട്. അപ്പോൾ ഗിൽഹരി ഔർ ബന്ദർ താലാബ് കെ പാസ് പഹുഞ്ചെ അല്ലേ, താലാബിൻ്റെ അടുത്ത്, കുളത്തിൻ്റെ അടുത്തല്ലേ എത്തിയത്. അപ്പോൾ അതാണ് കറക്റ്റായിട്ടുള്ളത്. ഇനി ബോൾ കഹാം ഗിരി. ഗിരി എന്ന് പറഞ്ഞാൽ വീണു. എവിടെയാണ് വീണത്? എവിടെയാണ്? താലാബ് എന്ന് പറഞ്ഞാൽ കുളം, കുളത്തിലാണ് വീണത്. ഹിന്ദിയുടെ എല്ലാ മീനിങ്ങും പഠിച്ചാലാണ് ഇത് ആൻസറൊക്കെ എഴുതാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി, പേട് കാ ജാദു പാഠ് ഭാഗ് കാ യഹ് അംശ് പഠേം ഔർ പ്രശ്നോം കെ ഉത്തർ ലിഖേം. ഈ ഒരു ചെറിയൊരു ലൈൻ പാരഗ്രാഫ് തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് അതിൻ്റെ താഴെ കൊടുത്തിട്ടുള്ള ഉത്തരങ്ങൾ എഴുതാൻ. പേട് പർ ദേഖോ, ആ വൃക്ഷത്തിലേക്ക് നോക്കൂ. ചിടിയാം ബൈഠി ഹേ, പക്ഷികളിരിക്കുന്നു. ചിടിയോം കോ മേനെ നഹീം പാല, ഞാൻ അവരെ വളർത്തിയതല്ല ചിടിയാനെ. പേട് കെ ഹോനെ സെ വേ ആ ഗയി, മരമുള്ളതിനാലാണ്, ആ വൃക്ഷമുള്ളതിനാലാണ് ആ പക്ഷികൾ അവിടേക്ക് ഓടി വന്നത്. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പേട് കെ ഹോനെ സെ വേ ആ ഗയി കോൻ ആ ഗയി. ആ മരമുള്ളതിനാൽ അവർ വന്നു. ആരാണ് വന്നത്? ആരാണ് വന്നേ? ആൻസർ ചിടിയ എന്ന് പറഞ്ഞാൽ പക്ഷികൾ, ബേർഡ്സ്. ഇനി അടുത്ത ബി ക്വസ്റ്റ്യൻ, പേട് ലഗായേം ഹരിയാലി ഫൈലായേം. വൃക്ഷം നടൂ, പച്ചപ്പ് വിരിക്കൂ. സന്ദേശ് ജോഡ് കർ പ്രകൃതി സംരക്ഷൺ പർ ഏക് പോസ്റ്റർ തയ്യാർ കരേം. പ്രകൃതി സംരക്ഷണം, അതിന് പറ്റി ഒരു പോസ്റ്റർ റെഡിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ പോസ്റ്റർ റെഡിയാക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം ശ്രദ്ധിക്കണം? അതിന് ഒരു ഔട്ട്ലൈൻ കൊടുക്കണം, പിന്നെ പോസ്റ്ററിന് എഴുതുക, അതിന് വേറെ ഹെഡിങ് കൊടുക്കുക, പ്രകൃതി സംരക്ഷണം എന്നുള്ളൊരു ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് ഒരു പിക്ചർ വരയ്ക്കുക. പിക്ചർ വരയ്ക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പിക്ചർ. മൂന്നാമത്തെ ആക്ടിവിറ്റി സൂചന തന്നിട്ടുണ്ട്. ചിത്ര ദേഖേം ഔർ നമൂനയ്ക്ക് അനുസാർ ലിഖേം. ചിത്രം കണ്ടിട്ട്
ഇതനുസരിച്ചിട്ട് എഴുതാൻ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. ആദ്യത്തെ 4 ചിത്രശലഭമാണല്ലേ, 4 ബട്ടർഫ്ലൈ എന്നുള്ളതിന് തിത്തലിയാം എന്നാണ്. അപ്പോൾ 4 തിത്തലിയാം എന്ന് എഴുതിയിട്ടുണ്ട്, കണ്ടോ. പിന്നെ അടുത്തതിൽ എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കാം. അപ്പോൾ ഇതിൽ എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണമാണ് അല്ലേ. 9 എന്നുള്ളതിന് ഹിന്ദിയിൽ നൗ ഫൂൽ, 9 ഫ്ലവേഴ്സ്. അടുത്തത് 6 എണ്ണമാണ് അല്ലേ, 6 ട്രീസാണ്. അപ്പോൾ 6 എന്നുള്ളതിന് പേർഡ്, വൃക്ഷം. ഇനി 7, അടുത്തത് 7 എണ്ണമാണ്, സാത്ത് ആം, 7 മാംഗോസ്. ഇനി അടുത്തത് സ്ക്വിറൽ, 2 ഗിൽഹരിയാം, 2 ഗിൽഹരിയാം. പിന്നെ 1 ഫിഷ്, ഏക് മച്ചലി. അപ്പോൾ 1 2 3 4 അങ്ങനെ നമ്പേഴ്സ് എഴുതി പഠിക്കുക. ഇനി 4ാമത്തെ ആക്ടിവിറ്റി, വർഷ ആയി കവിത की ये पंक्तियाँ पढ़ें और प्रश्नों के उत्तर लिखें. വർഷ, മഴ വന്നു. മേഠക് ഡർ ടർട്ട താൽ ലഗാത്തെ, ജിങ്കു ജൻ ജൻ ജാഞ്ച് ബജാത്തെ, പപീഹ പി പി ഗീത് സുനാത്ത, മോർ മഗൻ ഹോ നാച്ച് ദിഖാത്ത. മേട്ടക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തവള എന്നുള്ള സൗണ്ട്, താളം പിടിക്കുന്നു. ഇനി ജിങ്കു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീവീട്, അത് ജൊൻ രാത്രി മുഴുവൻ സൗണ്ട് ഉണ്ടാക്കുമല്ലേ, അത് ജാഞ്ച് ബജാത്തെ. പപ്പീഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുയിൽ പോലത്തെ ആ പാട്ട് പാടുന്ന പി പി ഗീത് സുനാത്ത ഹേ. മോർ, മയിൽ നാച്ച്, നൃത്തം കളിക്കുന്നു. അപ്പം ഇതാണ് ഈ ലൈനിൽ വരുന്നത്. ഇപ്പം 1ാമത്തെ ക്വസ്റ്റ്യൻ, കവിതാ സെ തുക്കാന്ത് ശബ്ദ് വാലി 2 പങ്ക്തിയാം ചുൻകർ ലിഖേ. തുക്കാന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം വരുന്ന ശബ്ദങ്ങൾ ഒരേപോലെ വരാം. ഇപ്പോൾ കണ്ടോ, ലഗാത്തെ, ബജാത്തെ. അപ്പോൾ തേ എന്നുള്ളേ വന്നേക്കണേ. അപ്പോൾ അതുകൊണ്ട് ആ 2 ലൈനാണ് എഴുതണ്ടേ. അപ്പോൾ ഏതെങ്കിലും 2 ലൈൻ എഴുതിയാൽ മതി. അപ്പോൾ ഒന്നുകിൽ ആദ്യത്തെ 2 ലൈൻ, പിന്നെ 2ാമത്തേൽ നോക്കി സുനാത്ത, ദിഖാത്ത, താ എന്ന് കണ്ടോ. അപ്പോൾ ഒരേപോലെ വരുന്ന, ഒരേ ശബ്ദത്തിൽ അവസാനം വരുന്നത്, അതാണ് തുക്കാന്ത് ശബ്ദവാലി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ എഴുതാം. അപ്പോൾ ഒന്നുകിൽ ആദ്യത്തെ 2 ലൈൻ, അല്ലെങ്കിൽ 2ാമത്തെ 3ാമത്തെയും 4ാമത്തെയും ലൈന് എഴുതാം ആൻസറായിട്ട്. ഇനി സഹി മിലാൻ കരേം, ചേരുംപടി ചേർക്കാൻ. ജാഞ്ച് ബജാത്ത, ജിങ്കു അല്ലേ, ആ ചീവിടിൻ്റെ ശബ്ദം ഉണ്ടാക്കുന്നത്. ഗീത് സുനാത്തെ ഹേ, പപ്പീഹ, കുയിൽ നാദം. നാച്ച് ദിഖാത്ത, മയിൽ, മോർ. അതാണ് ഇതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്തത് ഹവ और धूल, कविता की ये पंक्तियाँ पढ़ें और प्रश्नों के उत्तर लिखें. ഹവ, കാറ്റും പൊടിയും. ധൂൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി, ഡസ്റ്റ് എന്നാണ്. ധൂൽ ഘോജ്തി ആംഖേ മീച്ചേം, ദായേം ബായേം ആകെ പീച്ചേം, ഹവ ചൽ രഹീം സാൻസ് ഖീഞ്ചേം, नीचे नीचे धूल के नीचे लगा धूल को कुछ है गड़बड़, धूल तप से नीचे आई. അപ്പം കോൺ തപ് സേ നീച്ചെ ആയി, ആരാണ് താഴെ ദപ് സേ നീച്ചെ വന്നത്, നീച്ചെ എന്ന് വെച്ചാൽ താഴെ വന്നത്, ധൂൽ പൊടി, ഡസ്റ്റ്. 2ാമത്തെ ക്വസ്റ്റ്യൻ, യേ ആശയവാലി പങ്ക്തിയാം ചുൻകർ ലിഖേം. ഈ ആശയം വരുന്ന ലൈനുകൾ എഴുതാനാണ്, വരികൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ധൂൽ ആംഖേം ബന്ദ് കർ
ആകെ പീച്ചെ അവർ ദായേം ബായേം ഗോച്തി രഹി. ഈ കവിതയിൽ ധൂളിൻ്റെ പൊടിയുടെ ചലനവും അതുണ്ടാക്കുന്ന അസ്വസ്ഥതയുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇടത്തോട്ടും വലത്തോട്ടും താഴെയും മുകളിലും ഒക്കെ ഇങ്ങനെ ഡസ്റ്റ് ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. അപ്പോൾ അത് വെച്ചിട്ടുള്ള ആശയം വരുന്നത് ആദ്യത്തെ യെല്ലോ കളറിൽ വരച്ചിരിക്കുന്നതാണ് അല്ലേ, ധൂൽ ഗോച്തി ആങ്കേം, ആ 2 ലൈനുകൾ. ഇനി രണ്ടാമത്തെ ഹവ സാസേം ഗീഞ്ച്കർ ധൂൽ കെ നീച്ചെ ചൽ രഹി തി, അത് അടുത്ത ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ആ 2 ലൈനാണ്. ഇനി അടുത്ത ആക്ടിവിറ്റി ചിത്ര ദേഖേം അവർ സൂചനാക്കി അനുസാർ ലിഖേം. ചിത്രം കണ്ടിട്ട് താഴെ ഇവർ ഇത് കൊടുത്തിട്ടുണ്ട്, വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതനുസരിച്ചിട്ട് അവിടെ ഫില്ല് ചെയ്യാനായിട്ട്. ഒന്നാമത്തെ അവർ ബോൾ ഖേൽ രഹി തി, ഇവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഖുഷി എന്നാണ് കേട്ടോ അവളുടെ പേര്. ബോൾ ഖേൽ രഹി തി, കളിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ പിക്ചർ നോക്കിയേ, അപ്പോൾ പറയാണ് ഓ കിത്തന മസ, എന്ത് രസമായിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് അവർ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി മൂന്നാമത്തെ പിക്ചറിൽ അവൾ ഭയങ്കര ഉദാസീനയായിട്ടിരിക്കുകയാണ്, സങ്കടം വന്നിരിക്കുകയാണ്. ഖുഷി സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇനി നാലാമത്തെ ചോഞ്ച് ബോൾ മേം ഫസ് ഗയി, അതായത് ഈ കൊക്ക് ബോളിൽ കുരുങ്ങിപ്പോയി. അഞ്ചാമത്തെ പിക്ചറിൽ ബാഗോ ദോസ്തോ ബാഗോ ഏക് വിചിത്ര ജീവ്, ഇവിടെ അവിടെ ഇരുന്നിരുന്ന എല്ലാം ആമയും എല്ലാം കൂടി ഓടുകയാണ്. ഓടിക്കോ, ഒരു വിചിത്ര ജീവിയാണ്. ബോളിനെ കണ്ടിട്ട് എല്ലാവരും പേടിച്ചു പോയി. അപ്പോൾ എല്ലാവരും കൂടി ഓടുന്നു.